വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെയിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്പെയിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഇറ്റലിയും ക്രൊയേഷ്യയും അൽബേനിയൊക്കെയുള്ള മരണ ഗ്രൂപ്പിലാണ്. ധീരന്മാരെ എന്താണ് മരണം? അപ്പോൾ എന്തായാലും സ്പെയിനെക്കുറിച്ച് നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ സ്പെയിൻ്റെ ഗോൾഡൻ ജനറേഷനാണ് സ്പെയിന് പ്രധാനപ്പെട്ട നേട്ടങ്ങളൊക്കെ നേടിക്കൊടുത്തത്. അതിനു മുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ അവർ ഇൻ്റർനാഷണൽ ഫുട്ബോളിലെ ടോട്ടനമായിരുന്നു എന്ന് പറയാം. 1964 നേടിയ യൂറോയ്ക്ക് ശേഷം പിന്നെ വർഷങ്ങളോളം അവർ ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷനുകളൊക്കെ ക്വാളിഫൈ ആവായിരുന്നു. യൂറോയ്ക്കും അതുപോലെ തന്നെ വേൾഡ് കപ്പിനെ ക്വാളിഫൈ ആവായിരുന്നു. പിന്നീട് അവർ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ നേടി തുടങ്ങിയത് ഗോൾഡൻ ജനറേഷൻ വന്നതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ 2008 അവർ യൂറോ അടിച്ചു, 2012 അവർ യൂറോ അടിച്ചു, അതിനോടൊക്കെ ഒരു വേൾഡ് കപ്പ് അടിച്ചു. അതിനുശേഷം പിന്നെ സ്പെയിൻ താഴേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായില്ല. പിന്നെ റീസെൻ്റ്ലി ഒരു നല്ല നേട്ടം എന്ന് പറയുകയാണെങ്കിൽ നേഷൻസ് ലീഗാണ്. ഇപ്പോൾ നേഷൻസ് ലീഗിനെ ഒരു സീരിയസ് കോമ്പറ്റീഷനായിട്ടൊന്നും ആരും എടുക്കുന്നില്ല, ഒരു ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അത് നേടാനായിട്ട് സ്പെയിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഗോൾഡൻ ജനറേഷനിലുള്ള പോലത്തെ തീപ്പൊരി പ്ലെയേഴ്സൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കിടിലം പ്ലെയർ എന്ന് പറയാനായിട്ട് ആകെ റോഡ്രി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പ്ലെയേഴ്സൊക്കെ അത്ര അധികം വേൾഡ് ക്ലാസ് വേൾഡ് ബീറ്റേഴ്സ് എന്നൊന്നും നിലവിൽ പറയാൻ പറ്റുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ മാനേജറിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് കപ്പിലെ തോൽവിക്ക് ശേഷം ലൂയിസ് എൻറിക്ക് ടീം വിട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം പോയത് PSG-യിലേക്കാണ്. പകരക്കാരനായിട്ട് ചാർജ് എടുത്തത് ലൂയിസ് ഡെ ലാ ഫ്യുവൻറ്റെയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോക ഫുട്ബോളിൽ തൻ്റേതായ കൈമുദ്ര പതിപ്പിച്ച ഒരു മാനേജർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇദ്ദേഹം അങ്ങനെ അത്രയധികം പ്രൂവൺ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. റീസെൻ്റ്ലി ഈ നേഷൻസ് ലീഗ് അടിച്ച് ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അതിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ബിൽബാവോയിൽ കുറച്ച് നാൾ മാനേജറായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെയിൻ്റെ അണ്ടർ-23, 21, അണ്ടർ-19 ടീമുകളൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പെയിൻ നാഷണൽ ടീമിൻ്റെ ഒപ്പം അദ്ദേഹത്തിന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ നാഷണൽ ടീമിൻ്റെ ജോബ് കിട്ടിയത് 2022. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ബാസ്ക് റീജിയനിലുള്ള ആളാണ്. അപ്പോൾ ബാസ്ക് റീജിയനിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് നാൾ മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ കാര്യമാണ്, ബാസ്ക് റീജിയനിലുള്ള ആൾക്കാർക്ക് അവരുടെ ആ ഒരു ഏരിയയിലൂടെ അവർക്ക് പ്രത്യേക സ്നേഹമാണ്. അവിടെയുള്ള ആൾക്കാരെയൊക്കെയാണ് അവർ കൂടുതൽ കളിപ്പിക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ ബാസ്ക് റീജിയനിലുള്ള ക്ലബ്ബുകൾ അവിടെയുള്ള പ്ലേയേഴ്സിനെ മാത്രമേ അവരുടെ ടീമിലേക്ക് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവങ്ങളൊക്കെ അവർക്കുണ്ട് എന്ന് പറയുന്ന പോലെ സിമിലർ ആയിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും. ഇപ്പോൾ ഒത്തിരി ബാസ്ക് പ്ലെയേഴ്സ് സ്പാനിഷ് നാഷണൽ ടീമിലുണ്ടെന്ന് പറയാം. ലപ്പോർട്ട, നിക്കോ വില്യംസ്, സുബമെൻഡി, ഉനായ് സിമോൺ, റോബിൻ ലെനോർമണ്ട്, മിക്കൽ മെറിനോ. അപ്പോൾ അങ്ങനെ ഒത്തിരി താരങ്ങൾ ബാസ്ക് റീജിയനിൽ നിന്ന് സ്പാനിഷ് നാഷണൽ ടീമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഓരോ മാനേജേഴ്സ് വരുമ്പോൾ അവർ ഫേവർ ചെയ്യുന്നത് മാഡ്രിഡ് പ്ലെയേഴ്സിനെയാണ് അല്ലെങ്കിൽ ബാർസലോണ താരങ്ങളെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം കേൾക്കാറുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ഫ്യുവൻറ്റയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഫേവർ ചെയ്യുന്നത് ബാസ്ക് റീജിയനിലുള്ള ആൾക്കാരെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതേ പറഞ്ഞ പോലെ തന്നെ കിടിലം എന്നൊക്കെ പറയാനായിട്ട് റോഡ്രിയാണുള്ളത്. ബാക്കി താരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്, ഡീസൻറ്റ്, ആവറേജ് എന്നൊക്കെ വിളിക്കാവുന്ന കാറ്റഗറിയിലുള്ള താരങ്ങളാണ്. അപ്പോൾ എന്തായാലും ഗോൾ കീപ്പിങ്ങിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ രണ്ട് നല്ല താരങ്ങളുണ്ട്. ഒന്ന് ഉനായ് സിമണും മറ്റേത് ആഴ്സണലിൻ്റെ റായിയാണുള്ളത്. ഉനായ് സിമൺ ഈ സീസണിൽ ലാലിഗയിലെ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് പിടിച്ച ഗോൾ കീപ്പറായിരുന്നു, അവിടുത്തെ ബെസ്റ്റ് ഗോൾ കീപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉനായ് സിമണെ തന്നെയാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുക. മാത്രമല്ല ബാസ്ക് റീജിയൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഫേവർ ചെയ്യുന്ന ഒരു ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ഉനായ് സിമൺ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ മിസ്റ്റേക്കുകളൊക്കെ കഴിഞ്ഞ് വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു ബാസ്ക് താരം അവിടെ എന്തായാലും സ്ഥാനമുണ്ട്. അത് വേറെ ആരുമല്ല, ലപ്പോർട്ടയാണ്. ലപ്പോർട്ട നിലവിൽ അൽ നാസറിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ ഫ്യുവൻ്റെ പ്രിഫർ ചെയ്യുന്ന മറ്റൊരു സെൻറ്റർ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബിൻ ലെനോർമണ്ട് എന്ന് പറയുന്ന താരമാണ്. അപ്പോൾ അദ്ദേഹം റയൽ സോസിഡാഡിൻ്റെ താരമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് പെയർ ചെയ്യാറ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുബാർസി ഈ തവണ നാഷണൽ ടീമിലേക്ക് കോളപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ്. തവണ ബാർസലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമൊക്കെ പല മത്സരങ്ങളിലും കാഴ്ചവെച്ചിരുന്നു കുബാർസി. അപ്പോൾ അങ്ങനെ കുബാർസിക്ക് അവസരം കിട്ടിയില്ല. പിന്നെ ബാക്കപ്പായിട്ട് നാച്ചോ ഒക്കെ ഉണ്ട്. നാച്ചോ റീസെൻ്റ്ലി ആണെങ്കിലും റയൽ മാഡ്രിഡിൻ്റെ ക്യാപ്റ്റനായിട്ട് 2 മേജർ ട്രോഫിയൊക്കെ നേടിയെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ലെഫ്റ്റ് ബാക്ക് ഏരിയയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ അലക്സ് ഗ്രിമാൾഡോ ഉണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള താരമാണ്. ബയർ ലെവർകൂസൻ്റെ ഒപ്പം ലീഗും അതുപോലെ തന്നെ DFB പോക്കലൊക്കെ വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ റൈറ്റ് ബാക്കായിട്ട് ഡാനി കാർവഹാലുണ്ട്. കാർവഹാലിൻ്റെ കാര്യം നമുക്കറിയാം. പിന്നെ ലെഫ്റ്റ് ബാക്കിനൊരു ബാക്കപ്പായിട്ട് കുക്കറയ ഉണ്ട് എന്നുള്ളതാണ് ചെൽസിയുടെ. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ സ്പെയിനിൻ്റെ റീസെൻ്റ്ലി ഒക്കെയുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡ് തന്നെയാണ്. മിഡ്ഫീൽഡിലെ മെയിൻ മാൻ വേറെ ആരുമല്ല, റോഡ്രിയാണ്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുട്ബോളറാണ് റോഡ്രി. അദ്ദേഹത്തിൻ്റെ പൊസിഷനിലെ ബെസ്റ്റ് തന്നെയാണ് അദ്ദേഹം.
അതുപോലെ തന്നെ റോഡ്രിയുടെ ഒപ്പം കളിക്കാൻ പോകുന്നത് സുബമെൻഡി ഉണ്ട്. സുബമെൻഡി നമുക്കറിയാം ഹൈലി റേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്, റയൽ സോസിഡാഡിൻ്റെ താരമാണ്. അതുപോലെ ഫാബിയൻ റൂയിസ് ഉണ്ട് PSG-യുടെ. ഫാബിയൻ റൂയിസിൻ്റെ കളി PSG-യിൽ കണ്ട് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. പലപ്പോഴും കളി സ്ലോ ആക്കുന്നൊരു പ്ലെയറിനെ പോലെയാണ് തോന്നിയത്. അതുപോലെ തന്നെ പെഡ്രി തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പെഡ്രി റീസെൻ്റ്ലി ഒക്കെ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് പെഡ്രി കളിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ഗോളൊക്കെ ഫ്രണ്ട്ലിയിൽ നേടാനായിട്ട് സാധിച്ചിരുന്നു സ്പെയിന് വേണ്ടിയിട്ട്. അതുപോലെ ഇനി ഫ്രണ്ട് 3യിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ 2 നല്ല വിങ്ങേഴ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നിക്കോ വില്യംസ് ആണ്. നിക്കോ വില്യംസിനെ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് മാത്രം നമ്മളൊരു വീഡിയോ ഒക്കെ റീസെൻ്റ്ലി ചെയ്തിരുന്നു. അത്ലറ്റിക്കോ ബിൽബാവോയുടെ താരമാണ്. റീസെൻ്റ്ലി ഒരു ട്രോഫിയൊക്കെ നേടിയിരുന്നു. അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വിങ്ങറാണ്. 31 ലീഗ് മത്സരങ്ങളിൽ 5 ഗോളും 11 അസിസ്റ്റും നിക്കോ വില്യംസിന് നേടാൻ സാധിച്ചിരുന്നു. നല്ലൊരു പ്ലെയറാണ് നിക്കോ വില്യംസ്. അതുപോലെ മറ്റേ വിങ്ങിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ ഉള്ളത് ബാർസലോണയുടെ യമാലാണ്. യമാലിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ സീസൺ ഒരു ബ്രേക്കൗട്ട് സീസൺ ആയിരുന്നു. 16 വയസ്സ് മാത്രമുള്ള കൊച്ചു പയ്യനാണ്. ഒരു ഫ്യൂച്ചർ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. റൈറ്റ് വിങ്ങിൽ 5 ഗോളും 5 അസിസ്റ്റും ലീഗിൽ ബാർസലോണയ്ക്ക് നേടാനായിട്ട് യമാലിന് സാധിച്ചിരുന്നു. മാത്രമല്ല ഇത്തവണ ഇറങ്ങുന്നതോടുകൂടി 1 മിനിറ്റ് മാത്രം കളിച്ചാൽ പോലും യമാൽ യൂറോ കപ്പ് കളിച്ച് ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയറായിട്ട് മാറും എന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ ഫോർവേഡ് ഏരിയയാണ് സ്പെയിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായിട്ടുള്ളത്. അവിടെ എപ്പോഴും മൊറാട്ട തന്നെയാണ് ഒരു മെയിൻ മാൻ ആയിട്ടുള്ളത്. മൊറാട്ടനെ നമ്പാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആവശ്യമുള്ള സമയത്ത് ഗോളടിക്കില്ല. ആവറേജ് ടു ബിലോ ആവറേജ് പ്ലെയറാണ് മൊറാട്ട. വേറെ ആൾക്കാരില്ല. പിന്നെ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസേലുമാണ്. ജോസേലു റീസെൻ്റ്ലി റയലിൻ്റെ ഒപ്പം 2 ട്രോഫികളൊക്കെ നേടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളൊക്കെ റയലിന് വേണ്ടിയൊക്കെ അടിച്ചിരുന്നു. പക്ഷേ എന്നാൽ പോലും റയലിൽ ഒരു ഫസ്റ്റ് ചോയ്സ് സെൻട്രൽ ഫോർവേഡായിട്ടൊന്നും അല്ല കൺസിഡർ ചെയ്യുന്നത്. ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് ഒരു പ്ലാൻ ബി എന്നുള്ള പോലെയാണ് ജോസലിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്യുവൻ്റെ ഇദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. മൊറാട്ട തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറെ കുറച്ച് താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമിൻ ലോപ്പസ് ഉണ്ട്, ഡാനി ഓൾമോ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് താരങ്ങളൊക്കെ ബെഞ്ചിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് സ്പെയിൻ സ്ക്വാഡിലേക്ക് നമ്മൾ ബേസിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന കാര്യം. ഇപ്പോൾ സ്പെയിനെ കുറിച്ച് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവർക്കൊരു സെമിയൊക്കെ ചെല്ലാനൊക്കെ ഉള്ളൊരു ടീമുള്ള പോലെയാണ് തോന്നുന്നത്. അവർക്ക് ആ ഒരു മെൻറ്റാലിറ്റി കാണിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകാനൊക്കെ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.